ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 വാട്ടർ ടെക്നോളജിയിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇൻ ടേംസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻ്റ് ഹാർഡ്നെസ് വെച്ചുള്ള പ്രോബ്ലംസ്. അതായത് ക്വസ്റ്റ്യൻ്റെ അവസാനം ഇൻ ടേംസ് ഓഫ് കാൽക്കുലേറ്റ് ദ ഹാർഡ്നെസ് ഇൻ ടേംസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ്. ഇത്രയും നമ്മൾ ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ് ചെയ്താണ്. ഇന്ന് ചെയ്യുന്നത് EDTA വെച്ചുള്ള പ്രോബ്ലമാണ്. ഓക്കെ, EDTയുടെ പ്രോബ്ലത്തിൻ്റെ അകത്ത് നോക്കിയേ, ഫസ്റ്റ് ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, 50 ml ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ കണ്ടെയ്നിങ് 1 gram ഓഫ് പ്യുവർ കാൽസ്യം കാർബണേറ്റ് പെർ ലിറ്റർ കൺസ്യൂംഡ് 20 ml ഓഫ് EDTA. പിന്നെ അടുത്ത സെൻറ്റൻസ് 50 ml ഓഫ് ഹാർഡ് വാട്ടർ കൺസ്യൂംഡ് 25 ml ഓഫ് EDTA സൊല്യൂഷൻ ആ CBT ഇൻഡിക്കേറ്റർ. കാൽക്കുലേറ്റ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇൻ ppm. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കിത് 2 സ്റ്റെപ്പിലാണ് ഈ പ്രോബ്ലം പോകുന്നത്. 2 സ്റ്റെപ്പിലാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTയ്ക്കകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് M1V1 ഈസ് ഇക്വൽ ടു M2V2. ഓക്കെ, M1V1 ഈസ് ഇക്വൽ ടു M2V2. ഇനി M1 എന്ന് പറയുന്നത് മൊളാരിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. ഓക്കെ, ഇനി അടുത്ത് V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം വോളിയം ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ M1 എന്ന് പറയുന്ന മൊളാരിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ എന്ന് കിട്ടി. V1 എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ. ഇനി M2V2 ഉണ്ടല്ലേ. M2 ഈസ് ഇക്വൽ ടു ഇതുപോലെ തന്നെ മൊളാരിറ്റി ഓഫ് EDTA. ഇക്വേഷൻ കാണാൻ പഠിക്കണം. മൊളാരിറ്റി ഓഫ് EDTA ആൻഡ് V2 എന്ന് പറയുന്നത് വോളിയം ഓഫ് EDTA. ഓക്കെ, മൊളാരിറ്റി ഓഫ് EDTA ആൻഡ് വോളിയം ഓഫ് EDTA. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? M1V1 ഈസ് ഇക്വൽ ടു M1V1 ഈസ് ഇക്വൽ ടു M2V2 എന്നായിരുന്നു ഇക്വേഷൻ അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ഇത്രയും നമുക്കറിയാം. M1V1 ഈസ് ഇക്വൽ ടു M2V2 എന്നൊക്കെ നമുക്ക് കാണാൻ പഠിച്ചു വെക്കാം അല്ലേ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് M1 ഏതാണ്, V1 ഏതാണ്, M2 ഏതാണ്, V2 ഏതാണെന്നുള്ളത് ഒരു പിടുത്തമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA എന്ന് വരുന്ന സ്റ്റെപ്പിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏത് സെൻറ്റൻസ് ആണ് വരുന്നതെന്ന് നോക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് ഗ്രാമ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട് എങ്കിൽ ആ സെൻറ്റൻസ് ആയിരിക്കും സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTയ്ക്ക് വേണ്ടി എടുക്കുന്ന സെൻറ്റൻസ്. M1 ഉണ്ടാകും, V1 ഉണ്ടാകും, M2 ഉണ്ടാകും, V2 ഉണ്ടാകും ആ സെൻറ്റൻസിനകത്ത്. അപ്പം ഞാൻ ആ സെൻറ്റൻസ് അടയാളപ്പെടുത്തി വെച്ചു അല്ലേ. 50 ml എഴുതി, 1 gram ഉണ്ട് പെർ ലിറ്റർ കൺസ്യൂംഡ് 20 ml ഓഫ് EDTA. അപ്പം V2 എന്ന് പറയുന്ന EDTയുടെ ആണെന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പം 20 ml EDTയുടെ ആണെന്നറിയാം, 50 ml സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിൻ്റെ ആണെന്നറിയാം. അത് V2 V1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടത് M2 കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഏതാ? M2 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യനകത്തൊന്നുകൂടി നോക്കിയേ. സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ അല്ലേ, 50 ml ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ കണ്ടെയ്നിങ് 1 gram ഓഫ് കാൽസ്യം കാർബണേറ്റ് അല്ലേ. കാൽസ്യം കാർബണേറ്റ് ഓഫ് പ്യുവർ കാൽസ്യം കാർബണേറ്റ് പെർ ലിറ്റർ കൺസ്യൂംഡ് 20 ml ഓഫ് EDTA. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് നമ്മൾ M1 എഴുതണം, V1 എഴുതണം, M2 നമ്മൾ കണ്ടുപിടിക്കണം, V2 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 1 gram ഇതിനകത്ത് M1 നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടില്ല. പക്ഷേ എങ്കിൽ ആ 1 ഗ്രാമിൽ നിന്ന് നമുക്ക് M1 കണ്ടുപിടിക്കാം. ഇതിനകത്ത് 1 ഗ്രാമിൽ നിന്ന് M1 കാണുക എന്ന് പറഞ്ഞാൽ M1 ഈസ് ഇക്വൽ ടു ആ 1 ഗ്രാമെ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? M1 കിട്ടും. ഓക്കെ, ആ 1 ഗ്രാമെ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ M1 ഈസ് ഇക്വൽ ടു
1 ഗ്രാം ഡിവൈഡഡ് ബൈ 100, 1 ഗ്രാം ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ M1 കിട്ടും. അത് 0.01 മോളാറാണ് ആൻസർ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് M1 കിട്ടി. V1 ഏതാണെന്നറിയാം, വോളിയം ഓഫ് ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിനകത്ത് കിടപ്പുണ്ട് അല്ലേ, 50 ml. അപ്പം 0.01 ഇൻറ്റു അല്ലേ V1 എന്ന് പറയുന്നത് 50 ഈക്വൽ ടു M2 ഇൻറ്റു V2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, 20 ml EDT ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എൻഡ് പോയിൻ്റ് കിട്ടുക. എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, വൈൻ റെഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറാകുന്നത്. നമ്മൾ ഇതിനകത്ത് നിന്ന് M2 കണ്ടുപിടിക്കുക. M2 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എത്രയായിരിക്കും, 0.01 ഇൻറ്റു ഇവിടെ എഴുതാം. ഓക്കെ, 0.01 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, M2 കിട്ടും. ഇനി ഈ M2 എന്ന് പറയുന്നതിൻ്റെ ആൻസർ, അതായത് 0.025 മോളാറാണ് M2ൻ്റെ ആൻസർ. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് M2 കിട്ടി. ഇനി അടുത്തത് 2 സ്റ്റെപ്പാണുള്ളത് ഇതിൻ്റെ അകത്ത്. ഈ EDTയുടെ പ്രോബ്ലത്തിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്, എസ്റ്റിമേഷൻ ഓഫ് EDTയുടെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTയും വരുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. ഇനി ആ സെക്കൻഡ് സ്റ്റെപ്പ് എഴുതുവാണ്, എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. ഓക്കെ, എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, M2 V2 ഈസിക്കൽ ടു M3 V3. ഓക്കെ, M2 V2 ഈസിക്കൽ ടു M3 V3. നമുക്ക് ഓൾറെഡി അറിയാം M2 എത്രയാണെന്ന് നമുക്ക് അറിയാം അല്ലേ. എത്ര കിട്ടിയേക്കുന്ന 0.025 നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയേക്കുന്നതാണ്. അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, 0.025 ഇൻറ്റു V2 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇനി ബാക്കി മിച്ചം വരുന്ന സെൻറ്റൻസ് ഏതാണോ, ബാക്കി മിച്ചം വരുന്ന സെൻറ്റൻസ് ഏതാ, 50 ml ഓഫ് സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ കൺസ്യൂമിങ് 25 ml ഓഫ് സെയിം EDTA സൊല്യൂഷൻ EBT ആസ് ഇൻഡിക്കേറ്റർ. പിന്നെ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ സാമ്പിൾ ഇൻ ppm. അപ്പോൾ 50 ml ഓഫ് ഹാർഡ് വാട്ടർ, ഇതിനകത്ത് നമുക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് M2 V2 എപ്പോഴും EDTയുടെ ആയിരിക്കും. അതേസമയം M1 V1 സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടറിൻ്റെയും M3 V3 എന്ന് പറയുന്നത് സാമ്പിൾ ഹാർഡ് വാട്ടറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇനി ഈ സാമ്പിൾ ഹാർഡ് വാട്ടറിൻ്റെ 50 ml എന്ന് പറയുന്നതാണ് V3 എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് M3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കിയാൽ 0.25 ml കിട്ടി, 0.25 മോളാർ കിട്ടി. ഇൻറ്റു V2 എന്ന് പറയുന്നത് നമ്മുടെ എത്രയായിരുന്നു, V2 എന്ന് പറയുന്നത് എത്ര ml-ലാണ് ഇവിടെ എൻഡ് പോയിൻ്റ് കാണിച്ചത്, 25 ml-ലാണ് എൻഡ് പോയിൻ്റ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ V2 എന്ന് പറയുന്നത് എത്രയാണ്, 25. ആ സെൻറ്റൻസിൻ്റെ നോക്കാവുള്ളൂ കേട്ടോ. അപ്പം V2 എന്ന് പറയുന്നത് 25 ml ഈക്വൽ ടു M3 ഇൻറ്റു V3 എന്ന് പറയുന്നത് ഏതാണ്, 50 ml തന്നെ വരുന്നതാണ് ഏത്, V3 എന്ന് പറയുന്നത്. അപ്പം V3, അപ്പം M3 ഈക്വൽ ടു 0.025 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.0125 മോളാറാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, 0.05 മോളാർ. ഓക്കെ, 0.0125 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് M. ഇനി ഇതിനകത്ത് നമ്മൾ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് M3 കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് M3 ഇൻറ്റു 100 ഇൻറ്റു നമുക്ക് PPM-ലുള്ള കണ്ട് 100 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PPM-ലുള്ള കിട്ടും ടോട്ടൽ ഹാർഡ്നെസ്. അതായത് 0.0125 ഇൻറ്റു 100 ഇൻറ്റു 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1250 ppm എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് 50 ml, അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ EDTയുടെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDT ആണ് അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ ആണ്. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഗ്രാമിൽ ഏതാണോ സെൻറ്റൻസ് തന്നിരിക്കുന്നത് ആ സെൻറ്റൻസിനെയാണ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTക്കകത്ത് എടുക്കുന്നത്. അതേസമയം എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറിനകത്ത് എടുക്കുന്നത് അടുത്ത സാമ്പിൾ ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റെപ്പാണ് എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറിനകത്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. നോക്കിയേ,
നോക്കാം. 0.28 അല്ലേ, 0.28 gram of calcium carbonate were dissolved in diluted HCl and the solution was made up to 1 liter with distilled water. 100 ml of the above solution required 28 ml of EDTA solution on titration. പിന്നെ അടുത്ത സെൻറ്റൻസ് ഉണ്ട്, ഇത് ഇച്ചിരി ലെങ്തിയാണ്. 100 ml ഓഫ് ഹാർഡ് വാട്ടർ സാമ്പിൾ കൺസ്യൂംഡ് 33 ml ഓഫ് സെയിം EDTA സൊല്യൂഷൻ EBT ആസ് ഇൻഡിക്കേറ്റർ. വീണ്ടും പറഞ്ഞേക്കുവാണ് 100 ml ഓഫ് ദിസ് സൊല്യൂഷൻ ആഫ്റ്റർ ബോയിലിംഗ്, കൂളിംഗ് ആൻഡ് ഫിൽറ്ററിംഗ് റിക്വയർഡ് 10 ml ഓഫ് EDTA സൊല്യൂഷൻ ഇൻ ടൈട്രേഷൻ. കാൽക്കുലേറ്റ് ദ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ സാമ്പിൾ. ഓക്കെ, അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക. അതായത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTക്കകത്ത് ആദ്യത്തെ സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാമിലുള്ള സെൻറ്റൻസ് അല്ലേ. അപ്പോൾ ഇത് ഗ്രാമിലുള്ള സെൻറ്റൻസ് ചിലപ്പോൾ അവസാനം വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമിലുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTക്കകത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന ഏതാ, 0.28 gram ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡിസോൾഡ് ഇൻ ഡൈലൂട്ടഡ് HCl മെയ്ഡ് അപ്പ് ടു 1 liter. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന M1 മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അടുത്ത സെൻറ്റൻസ് കിടപ്പുണ്ട്, 100 ml ഓഫ് ദ എബോവ് സൊല്യൂഷൻ. ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയേക്കുന്ന ആ സൊല്യൂഷൻ നമ്മൾ 100 ml എടുത്തു. 1000 മേക്കപ്പ് ചെയ്ത സൊല്യൂഷൻ നമ്മൾ 100 ml എടുത്തിട്ട് റിക്വയർഡ് 28 ml EDT ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എൻഡ് പോയിൻ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ 28 ml V2 ആണ്, 100 ml M1 ആണ്, അല്ല V1 ആണ്. ഇനി 0.28 ഗ്രാമിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, M1 കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ ആദ്യം കിടക്കുന്ന ഏതാ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDT. ഫസ്റ്റ് വൺ അതല്ലേ, നമ്മളെപ്പോഴും അത് എഴുതേണ്ടത് ഏതാ, സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് സെഷൻ ഓഫ് EDTA. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTക്കകത്ത് എന്താ വരുന്നത്, M1 V1 ഈസ് ഈക്വൽ ടു M2 V2. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് M2 കാണുക അല്ലേ, M1 V1 ഡിവൈഡഡ് ബൈ V2. ഇതിനകത്ത് നിന്ന് നമ്മുടെ M1 എന്ന് പറയുന്നത് എന്താണ്, 0.028 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ആൻസർ ഏത് വരും, 0.0028. ഓക്കെ, ഇത്രയൊക്കെ മനസ്സിലായോ, 0.0028. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. M1 എന്ന് പറയുന്നത് 0.0028 ഇൻറ്റു അല്ലേ, ഇൻറ്റു ഏതാ V1 എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരുന്നു, V1 നമ്മുടെ ക്വസ്റ്റിനകത്ത് എത്രയാണ് നോക്കിക്കേ, V1 എന്ന് പറയുന്നത് 100 ml എടുത്തേക്കുന്നത്, V1 100 ml. ഓക്കെ, V1 100 അല്ലേ, 100 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര ml ആണ് എൻഡ് പോയിൻറ്റ് കാണിച്ചത്, 28 ml എൻഡ് പോയിൻറ്റ് കാണിച്ചത്. അപ്പം M2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും 28 അതെ. ഇപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.01 m ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ അല്ലേ. എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറിൻ്റെ അകത്ത് അടുത്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ എഴുതുക, എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. സെക്കൻഡ് സ്റ്റെപ്പ് എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. ഓക്കെ, ഹാർഡ് വാട്ടർ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറിൻ്റെ അകത്ത് എങ്ങനെയാണ്, M2 V2 ഈസ് ഈക്വൽ ടു M3 V3. ഇനി M2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അപ്പറേ കണ്ടുവച്ചിട്ടുണ്ട്, V2 എന്ന് പറയുന്നത് അടുത്ത സെൻറ്റൻസിനകത്ത് വരുന്നുണ്ട്, M3 നമ്മൾ കണ്ടുപിടിക്കണം, V3 അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് സെൻറ്റൻസ് ആണെന്നുള്ളത് നോക്കാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് സെൻറ്റൻസ് വരുമ്പോഴത്തേക്കിനും അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ 100 ml ഓഫ് ഹാർഡ് വാട്ടർ സാമ്പിൾ കൺസ്യൂംഡ് 33 ml ഓഫ് സെയിം EDTA സൊല്യൂഷൻ EBT ആസ് ഇൻഡിക്കേറ്റർ. അപ്പോൾ 100 ml ഓഫ് ഹാർഡ് വാട്ടർ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത സെൻറ്റൻസ് നോക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 100 ml ഓഫ് ദ വാട്ടർ ദിസ് വാട്ടർ ആഫ്റ്റർ ബോയിലിംഗ്. അപ്പോൾ ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, അതായത് ടെമ്പററി ഹാർഡ്നെസ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ബൈ ബോയിലിംഗ് വഴിയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ്ഡായി പോകാനുള്ള ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഏതാണ്, ടെമ്പററി ഹാർഡ്നെസ്സാണ്.
പിന്നെ അത് കൂള് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്ന പെർമനൻറ്റ് ഹാർഡ്നെസ് നമുക്ക് അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏത് ഹാർഡ്നെസ് ഈ സെൻറ്റൻസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് ഏതിൽ നിന്ന് കണ്ടുപിടിക്കാം? 100 ml ഓഫ് ദ സെയിം EDT അല്ലെ സെയിം ഹാർഡ് വാട്ടർ സാമ്പിൾ കൺസ്യൂംഡ് 33 ml ഓഫ് ദ EDTA സൊല്യൂഷൻ EBT ആസ് ഇൻഡിക്കേറ്റർ. അതെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത് നോക്കിയേ, അടുത്തത് എങ്ങനെയാണ് വരുന്നത്? സെൻറ്റൻസ് വരുമ്പോഴത്തേക്കിനും ഓക്കെ. ഇനി അടുത്ത എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറിൻ്റെ അകത്ത് M2 V2 M3 V3. അപ്പം M2 എന്ന് പറയുന്നത് നമ്മൾ എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. M2 എന്ന് പറയുന്ന 0.01 m ആണ് ഏതെന്ന് പറയുന്നത് M2 എന്ന് പറയുന്നത്. അത് എഴുതുവാണ് 0.01 m M2. V2 എന്ന് പറയുന്നത് നമ്മൾ എത്ര ml EDT ആഡ് ചെയ്തപ്പോഴത്തേക്കിനാണ് എത്ര ml EDT ആഡ് ചെയ്ത് നമ്മൾ 33 ml EDT ആഡ് ചെയ്തപ്പോഴാണ് അവിടെ എൻഡ് പോയിന്റ് കാണിച്ചത്. അപ്പോൾ അവിടെ ഏത് വരും? V2 എന്ന് പറയുന്നത് ഏതാ? 33. ഓക്കെ, 33 ഈക്വൽ ടു M3 കണ്ടുപിടിക്കണം. M3 ഇൻറ്റു V3 എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ എടുക്കുന്ന ഏത് V3 വരുന്നത് 100 ml തന്നെയാണ് ഇവിടെ നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പം V3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ V3 എന്ന് പറയുന്നത് 100 എഴുതുക. ഇനി M3 ഈസ് ഈക്വൽ ടു 0.01 ഇൻറ്റു 33 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M3 കിട്ടും. ഇനി ഈ M3 എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.0033 ആണ് വരുന്ന ആൻസർ. 0.0033 m കേട്ടോ, m ആണ് വരുന്നത്. ഇനി ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹാർഡ്നെസ് ഓക്കെ ടോട്ടൽ ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു ഈ കിട്ടിയ ആൻസർ, അതായത് M3 ഇൻറ്റു 100 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് കിട്ടും. M3 എത്രയാ? 0.0033 അല്ലേ, ഇൻറ്റു 100 ഇൻറ്റു 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടും? PPMലുള്ള ആൻസർ കിട്ടും. അത് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 330 കിട്ടുന്ന ആൻസർ, 330 PPM. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഏത് കിട്ടി? PPMലുള്ള ആൻസർ 330 എന്നുള്ളത് കിട്ടി. ഇനി അടുത്ത് നമ്മുടെ ഈ സെൻറ്റൻസ് നോക്കി കഴിയുമ്പം, അതായത് ഈ സെൻറ്റൻസ് നോക്കിയേ, ഈ സെൻറ്റൻസിനകത്ത് അടുത്ത നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, 100 ml ഓഫ് ദിസ് വാട്ടർ ആഫ്റ്റർ ബോയിലിംഗ് കൂളിംഗ് ആൻഡ് ഫിൽറ്ററിങ് റിക്വയർഡ് 10 ml ഓഫ് EDTA സൊല്യൂഷൻ ഇൻ ടൈട്രേഷൻ അല്ലേ. അപ്പം ഈ ബാക്കി ഇതുപോലെ തന്നെ നമ്മൾ 100 ml ഇതെടുത്തു, വാട്ടർ എടുത്തു, അതിനെ നമ്മൾ ബോയിൽ ചെയ്തു, പിന്നെ നമ്മൾ കൂള് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ EDTA ആയിട്ട് ടൈട്രേറ്റ് ചെയ്തപ്പോൾ 10 ml ആയപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? എൻഡ് പോയിന്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ബോയിൽ ചെയ്തപ്പോഴേ ഏത് ഹാർഡ്നെസ്സാണ് പോയത്? ടെമ്പററി ഹാർഡ്നെസ് പോയി. ഇനി അതിൻ്റെ അകത്ത് മിച്ചമുള്ള ഹാർഡ്നെസ് ഏതേ ഉള്ളൂ? പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. M2 V2 ഈസ് ഈക്വൽ ടു M4 V4 എന്ന് കൊടുക്കുക. M4 V4 നമ്മൾ പറഞ്ഞ് M2 V2 എപ്പോഴും ആരുടെയാണെന്ന് പറഞ്ഞാൽ EDTA ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ആരുടെ ഉള്ളൂ? M3 V3 മാറ്റി അവിടെ M4 V4 ആക്കുക. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള M4 കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ നമ്മുടെ M2 V2 ഡിവൈഡഡ് ബൈ V4. അപ്പോൾ V4 ആണ്. ആ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എന്ത് വരും? M2 എന്ന് പറയുന്ന മൊളാരിറ്റി ഓഫ് EDTA അല്ലേ. മൊളാരിറ്റി ഓഫ് EDTA സെയിം ആണ്. നമ്മൾ കണ്ടുപിടിച്ച ആ EDTയുടെ മൊളാരിറ്റി തന്നെയാണ് 0.01. ഓക്കെ, 0.01 ഇൻറ്റു V2 എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് സെൻറ്റൻസിനകത്ത് കിട്ടി EDTയുടെ വോളിയം അത് എത്രയാണ്? 10 വരുന്നത്. ഡിവൈഡഡ് ബൈ V4 എന്ന് പറയുന്ന ആരുടെ ആയിരിക്കും? V4 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? അടുത്ത വരുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ്സിൻ്റെ അകത്ത് വരുന്ന V2 എന്ന് പറയുക V4 എന്ന് പറയുന്ന ആരുടെയാണ്? 100 ml അല്ലേ. 100 ml എന്ന് പറയുന്ന വോളിയം ഓഫ് ആരുടെ? ഹാർഡ് വാട്ടർ. വോളിയം ഓഫ് ഹാർഡ് വാട്ടർ അല്ലേ വരുന്നത്. അത് 100 ml തന്നെയല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അപ്പോഴത്തേനും ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കുക? ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 0.01 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.001 മോളാർ കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ ഹാർഡ്നെസ് അല്ല, ഇതിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് നമ്മൾ പറയുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു
M4 ഇൻറ്റു 100 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അതായത് പെർമനൻറ്റ് ഹാർഡ്നെസ് കിട്ടും. ഇതിനകത്ത് ഇത് എത്ര വന്നേക്കുന്നത് M4 എത്ര വന്നേക്കുന്നത് 0.001 ഇൻറ്റു 100 ഇൻറ്റു ഓക്കെ 0.001 ഇൻറ്റു 0.001 ഇൻറ്റു 100 അല്ലേ 0.001 ഇൻറ്റു 100 ഓക്കെ 100 ഇൻറ്റു 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും PPM ആൻസർ കിട്ടും. അതെന്ന് പറയുന്നത് എത്രയാണ് 100 വരുന്നത്. ഓക്കെ 100 ആണ് ആൻസർ വരുന്നത്. 100 100 ഇത് വരുന്നത് അത് എത്ര വരുന്നത് 100 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഒന്ന് നോക്കിയപ്പോൾ അതിനിപ്പോൾ പോയിൻറ്റ് 0.001 ഇൻറ്റു 100 ഇൻറ്റു 1000 വന്നു കഴിഞ്ഞാൽ PPM ആൻസർ ഏതാണ് 100 വരുന്നത്. ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് 100 കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ എന്താ പെർമനൻറ്റ് ഹാർഡ്നെസ് കണ്ടുപിടിച്ചു, അത് 100 കിട്ടി. അതുപോലെ തന്നെ ടോട്ടൽ ഹാർഡ്നെസ് എത്ര കിട്ടിയത് 330 കിട്ടി അല്ലേ. ടോട്ടൽ ഹാർഡ്നെസ് 330 കിട്ടി. ഇനി നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചു, പിന്നെ ഏതാ കണ്ടുപിടിച്ചേക്കുന്ന പെർമനൻറ്റ് ഹാർഡ്നെസ്സും അതുപോലെ തന്നെ ടോട്ടൽ ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ, ഇതിൻ്റെ അകത്ത് നിന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ്സും പോയി ടോട്ടൽ ഹാർഡ്നെസ്സും അല്ലേ, ഇതിൻ്റെ അകത്ത് നിന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ്സും പോയി പെർമനൻറ്റ് ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചു, പിന്നെ ടോട്ടൽ ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കാനുള്ള ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഏതാ, ടെമ്പററി ഹാർഡ്നെസ്സാണ്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ടെമ്പററി ഹാർഡ്നെസ് ഈസിക്കൽ ടു ടോട്ടലിൽ നിന്ന് ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് എത്രയായിരുന്നു വന്നത് 330 അല്ലേ വന്നത്, 330 മൈനസ് 100 അല്ലേ, 330 നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് വന്ന് ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്ന് നമ്മുടെ പെർമനൻറ്റ് ഹാർഡ്നെസ് കുറച്ച് കഴിഞ്ഞപ്പോൾ 230 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ 2 പ്രോബ്ലമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഒന്ന് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടർ. ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ കണ്ടുപിടിച്ചു, ടോട്ടൽ ഹാർഡ്നെസ് വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്, ടെമ്പററി ഹാർഡ്നെസ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രോബ്ലം ചെയ്യാൻ ന്യൂമറിക്കൽസ് ചെയ്യാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്